ചരിത്രവും ഐതിഹ്യവും ആത്മീയതയും ഒത്തുചേരുന്ന ഓണാട്ടുകരയുടെ വീരസ്മരണ പുതുക്കി ഓച്ചിറക്കളി കാഴ്ചയുടെ വിരുന്നൊരുക്കി. കേരളത്തിന്റെ തനത് പാരമ്പര്യവും വീരപൈതൃകവും വിളിച്ചോതുന്ന ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് ഓണാട്ടുകരയിലെ 52 കരകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരന്നത്. മലയാള മാസം മിഥുനം 1, 2 തീയതികളിലാണ് ഈ ആയോധന കലാ ഉത്സവം. ഓണാട്ടുകരയിലെ 52 കരകളിൽ നിന്നുള്ള യോദ്ധാക്കളാണ് വാളിന് പകരം വടികളേന്തി പടനിലത്ത് അണിനിരക്കുന്നത്. ചെളിവെള്ളത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കിഴക്കും പടിഞ്ഞാറും കരക്കാരായി തിരിഞ്ഞ് ഇവർ പ്രതീകാത്മകമായി പരസ്പരം പോരാടും. കായംകുളം രാജവംശവും തിരുവിതാംകൂറും തമ്മിൽ നടന്ന ചരിത്ര പോരാട്ടങ്ങളുടെ സ്മരണയും ഈ കളിക്കു പിന്നിലുണ്ടെന്നാണ് ഐതിഹ്യം. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രതീകമായും നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമായും ഓച്ചിറക്കളിയെ ഭക്തർ കാണുന്നു. ജാതിമത ഭേദമന്യേ ഉയർച്ച താഴ്ചകളില്ലാതെ എല്ലാവരും ഒരുപോലെ ചെളിയിലിറങ്ങി പങ്കെടുക്കുന്നത് പരബ്രഹ്മസങ്കല്പത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ്. മനുഷ്യന്റെ അഹങ്കാരത്തിനെതിരെയുള്ള അന്തർസംഘർഷത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ ജനകീയ ആചാരം. ശ്രീകോവിലോ പ്രതിഷ്ഠയോ ഇല്ലാത്ത ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മക്ഷേത്രവുമായി ചേർന്നു നിൽക്കുന്ന ഈ ആഘോഷം ചരിത്രവും ഐതിഹ്യവും ആത്മീയതയും സമന്വയിപ്പിക്കുന്ന അപൂർവമായ കേരളീയ പാരമ്പര്യത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ്. ഈ ആയോധന കലാവിരുന്ന് കാണാൻ പതിനായിരങ്ങളാണ് ഓച്ചിറ പടനിലത്തേക്ക് ഒഴുകിയെത്തിയത്. അമൃത ന്യൂസ്, കൊല്ലം.